ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ പ്രധാനമായും ചിന്തിക്കാൻ പോകുന്നത് ഇന്നൊരു വീഡിയോയിൽ നിന്നാണ്. ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം. പേര് നിത്യജീവന് വേണ്ടി మునగల బాగా మునగల భయపడద్దు. ായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധനാമത്തിൽ ജീവന് വേണ്ടി മുങ്ങപ്പെടുന്നു. അപ്പോൾ വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ശിശുസ്നാനത്തെക്കുറിച്ചും അതുപോലെ തന്നെ മുതിർന്ന സ്നാനത്തെക്കുറിച്ചും സംസാരിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ സ്നാനം നടന്നു എന്നൊന്നും ഞാൻ പറയത്തില്ല. അത് എന്തുകൊണ്ടത് നടന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ അവർ നടത്തിയിരിക്കുന്ന സ്നാനം ബന്ധിക്കോസുകാരുടെ രീതിയിലുള്ള സ്നാനമാണ്, തൃത്വ സ്നാനമാണ്, ത്രിയേകം അല്ലെങ്കിൽ 3 ദൈവങ്ങളുടെ നാമത്തിലുള്ള സ്നാനമാണ് അച്ഛൻ നടത്തിയിരിക്കുന്നുള്ള കാര്യം. അത് യാക്കോബ സഭയിലെ അച്ഛനാണ്. അപ്പോ യാക്കോബക്കാരോടോ ഇപ്പം ഓർത്തഡോക്സുകാരോടോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്നാനം എന്ന് പറയുന്ന ബന്ധിക്കോസുകാർ ഈ മറ്റേ ചെളിയൊക്കെ ഇങ്ങനെ കളയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്നാനമാണ്, അല്ലാതെ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞങ്ങളുടെ പരിശുദ്ധ സഭ ഞങ്ങൾക്ക് ചില സ്നാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതാണ് ശരിയായ സ്നാനം, ശിശുസ്നാനം എന്നൊക്കെ പറയുന്നു. ഒരു കാലത്ത് ഈ ഓർത്തഡോക്സുകാരും അതുപോലെ തന്നെ യാക്കോബക്കാരും ഒക്കെ ഈ സ്നാനത്തെ തള്ളിക്കളഞ്ഞിരുന്നു. കാരണം ഇതൊരു പരിഹാസമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ആ പരിഹാസം മാറി ഇന്ന് ഇവര് ഇത് ചെയ്യുന്നു എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതം തന്നെ. പക്ഷെ അവർക്ക് ഇന്ന് വരെ നാമം ഏതാണ് എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം ബന്ധിക്കോസുകാരെ അതിൽ തന്നെ കോപ്പി അടിക്കേണ്ടതായിട്ട് വന്നവർക്ക്. പിന്നെ അവരുടെ കുറെ ചൊല്ലലും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് ചേർത്തിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ചും ഓർത്തഡോക്സ് യാക്കോബായ ഒരിക്കലും അംഗീകരിക്കുന്നതല്ല മുതിർന്ന സ്നാനം എന്ന് പറയുന്നത്. പക്ഷെ ഈ അച്ഛൻ ഇത് ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ വളരെ ആശ്ചര്യമുണ്ട്. അതിന് താഴെ ബന്ധിക്കോസുകാരായ സഹോദരങ്ങൾ വന്നിട്ട് കമന്റ് ഇടുന്ന കണ്ട് ഞങ്ങളെ ഒരു കാലത്ത് പരിഹസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഞങ്ങൾ പരിഹസിച്ചു എന്ന് പറഞ്ഞാലും അവരുടെ തൃത്വമല്ല, അവരുടെ നിത്യമല്ലേ നിങ്ങൾ ദൈവത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി നിങ്ങൾ എടുത്തിരിക്കുന്നത്. അതിനകത്ത് യാതൊരു തെറ്റും പറയാൻ അതിനകത്ത് ഇല്ലതാനും. പിന്നെ അവരിത് സ്വീകരിച്ചു എന്നതിൽ ഞാൻ വലിയ തെറ്റ് കാണുന്നതുമില്ല. കാരണം അവർക്കത് അംഗീകരിക്കേണ്ടതായിട്ട് വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൺ അഗെയിൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഓർത്തഡോക്സ്, യാക്കോബായ എന്നീ പറയുന്ന സഭകളൊക്കെയും കാത്തോലിക്കോ അങ്ങനെ എല്ലാ സഭകൾക്ക് അത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ഇഷ്ടമല്ല. കാരണം നമ്മൾ ഒരു കല്യാണമൊക്കെ ആലോചിക്കുകയാണെങ്കിൽ തന്നെയും കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അത് ചോദിക്കുമ്പോൾ തന്നെ അവർക്ക് ഇഷ്ടമല്ല. അപ്പം ഇപ്പൊ ഈ അച്ഛൻ ചെയ്തത് എനിക്ക് തോന്നുന്നു എല്ലാ ഓർത്തഡോക്സുകാരും എല്ലാ യാക്കോബക്കാരും കണ്ടു കാണത്തില്ല എന്നുള്ളതാണ് ഇതിനകത്തെ സത്യം എന്ന് പറയുന്നത്. പക്ഷെ ചിലരിതിനെ അംഗീകരിക്കുന്നു, ചിലരിതിനെ എതിർക്കുന്നു. എന്തായാലും പക്ഷേ ഇത് പൂർണ്ണമായ സ്നാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുകയില്ല. ഇത് എനിക്ക് തോന്നുന്നു ബന്ധിക്കോസുകാരുമായി സഹോദരങ്ങളായതിൻ്റെ ആയിരിക്കാം എന്നുള്ള കാര്യമാണ്. പക്ഷേ മുതിർന്ന സ്നാനത്തെ പലരും എതിർക്കുന്നു. കാരണം ഇപ്പോൾ സഭയിൽ നിന്ന് പോയ ആൾക്കാരൊക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ അമേരിക്കയിലുള്ള ഷിബുച്ചായന്, അതുപോലെ തന്നെ സജിത് ബ്രദർ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നു, ഇതിനെ എതിർക്കുന്നുണ്ട്. ഒരു ഭാഗത്തു നിന്ന് എതിർത്തു വരുന്നുണ്ട്. വളരെ സത്യപരമായ കാര്യമാണ്. അവരിപ്പോഴും എനിക്ക് തോന്നുന്നില്ല ശിശുസ്നാനത്തെ അംഗീകരിച്ചിട്ടുണ്ടെന്ന്. ശിശുസ്നാനത്തെ അല്ല, മുതിർന്ന സ്ഥാനത്തെ അവർ അംഗീകരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല.
അവരൊട്ട് അംഗീകരിക്കത്തുമില്ല. പിന്നെ എങ്ങനെ ഈ അച്ഛൻ ഇത് കാണിച്ചു എന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ അച്ഛൻ ഇത് ചെയ്യുവാനായിട്ട് അവരുടെ സഭ സമ്മതിച്ചുവോ എന്നുള്ള കാര്യം വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അത് അവർക്ക് തീർത്തും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് ചെയ്തിരിക്കുക, അല്ലെ? അവർക്ക് ശിശു സ്നാനമാണ്, ശിശുവാണ് സ്നാനപ്പെടേണ്ടതെന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം അവരിപ്പോഴും ഈ സ്നാനത്തെ, മുതിർന്ന സ്നാനത്തെ പിടിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണോ എന്നുള്ള ഇതിന്റെ മൂല്യമായ കാര്യത്തെക്കുറിച്ച് നമുക്ക് കിട്ടുന്നില്ല. എങ്കിലും പെന്തിക്കോസുകാർ അതെടുത്ത് അവരുടെ ഇതിനകത്ത് ഇട്ടിട്ട് അതിന്റെ മേന്മ പറയുന്നതായിട്ട് ഞാൻ കണ്ടു. പക്ഷെ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട്, സ്നാനത്തെക്കുറിച്ച്, അവിടെ നടന്ന സ്നാനം എന്ന് പറയുന്നത് നാമമില്ല. 3 ദൈവങ്ങളുടെ 3 വ്യക്തികളുടെ നാമത്തിലുള്ള സ്നാനമാണ്. ആ 3 വ്യക്തികൾക്ക് പേരില്ല. പിതാവ് എന്ന് പറയുമ്പോൾ ഒരു ടൈറ്റിലാണ്, പുത്രൻ എന്ന് പറയുമ്പോൾ ഒരു ടൈറ്റിലാണ്, പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ഒരു ടൈറ്റിലാണ്. അപ്പൊ ഈ ടൈറ്റിലുകളെല്ലാം വെച്ചുകൊണ്ട് ഒരു സ്നാനം അവിടെ നടത്തിയെന്നേ ഉള്ളൂ. പക്ഷെ ടൈറ്റിലുകൾക്ക് നാമമില്ല. നാമം വേണം, സ്പെസിഫിക് ആയുള്ള ആ നാമത്തിൽ എന്ന് മത്തായി പറഞ്ഞെങ്കിൽ ആ നാമം പത്രോസ് വെളിപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോസ്തലപ്രവൃത്തി 2:38 അല്ലെ, 2:38 രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. അപ്പം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ഏതാണ്? യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ആ നാമം ഏറ്റെടുക്കാൻ ആർക്കും കഴിയുന്നില്ല. അവരുടെ നിക്കിയയിൽ ഇപ്പോഴും അവരിങ്ങനെ തടഞ്ഞു നിൽക്കുകയാണ്. കാരണം നിക്കിയയ്ക്ക് ഒരിക്കലും രക്ഷപ്പെടുത്താൻ കഴിയുകയല്ല. കാരണം മറ്റൊരുത്തനും രക്ഷയില്ലെന്നാണ് പറയുന്നത്. അപ്പൊ നിക്കിയയിലാണോ രക്ഷയിരിക്കുന്നത്? അല്ല. തൃത്വത്തിലാണോ രക്ഷയിരിക്കുന്നത്? അല്ല. ത്രിയേകത്തിലാണോ രക്ഷയിരിക്കുന്നത്? അല്ല. 3 ദൈവങ്ങളിലാണോ ഇരിക്കുന്നത്? 3 വ്യക്തികളാ കൂടുന്ന ദൈവത്തിലാണോ രക്ഷയിരിക്കുന്നത്? അല്ല. മറ്റൊരുത്തനും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവിന്റെ നാമമാണ്. അപ്പൊ ആ നാമം സ്വീകരിക്കാതെ ഒരാളും പോകുമെന്നും ഒരാൾ കർത്താവിന്റെ രാജ്യത്തേക്ക് പ്രവേശിക്കുമെന്നും ഒരിക്കലും ആർക്കും പറയാനൊക്കത്തില്ല. അത് ഞാൻ പല ഘട്ടങ്ങളിലും പല ഇതിലും ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനത്തിലാണ് ശരിയായുള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കത്തുള്ളൂ, അല്ലെ? മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. അതുപോലെ തന്നെ എന്താണ്? പരിശുദ്ധാത്മാവെന്ന ദാനം കൂടി നിങ്ങൾക്ക് ലഭിക്കണം, അല്ലെ? പരിശുദ്ധാത്മാവെന്ന ദാനം കൂടി ലഭിക്കണം എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് എന്ന ദാനം, ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഷെമീർ കൊല്ലം പാസ്റ്ററാന്ന് തോന്നുന്നു പറഞ്ഞെന്ന് തോന്നുന്നു. കാരണം രക്ഷിക്കപ്പെട്ടവരാണ് ഈ ബന്ദിക്കോസിലേക്ക് വരുന്നത്, അവരെല്ലാം സ്വർഗത്തിലേക്ക് പോകുന്നു എന്ന് അദ്ദേഹം ഒരു മെസ്സേജിൽ പറയുന്നത് കേട്ടു. അപ്പൊ രക്ഷിക്കപ്പെട്ടവരല്ലല്ലോ അവിടെ വന്നിട്ടല്ലേ രക്ഷിക്കപ്പെടുന്നത്. അവിടെ വന്ന് പ്രസംഗം കേട്ടിട്ടല്ലേ എല്ലാവരും രക്ഷിക്കപ്പെടുന്നത്. അതിനു മുമ്പ് ആരും രക്ഷിക്കപ്പെടുന്നൊന്നുമില്ലല്ലോ. ആരും രക്ഷിക്കപ്പെടുന്നില്ല. കാരണം രക്ഷിക്കപ്പെട്ടവരെയാണ് അദ്ദേഹം അതിനകത്ത് ചേർക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അതിനകത്ത് യാതൊരുവിധ ഇതുമില്ല. കാരണം രക്ഷിക്കപ്പെട്ടു, അവിടെ വന്ന് സ്നാനപ്പെട്ട് എത്രയോ കാലം നിന്നിട്ടാണ് ഒരു വിശ്വാസി അവിടെ സ്നാനപ്പെടാനായിട്ട് തീരുമാനിക്കുന്നത്. ബന്ദിക്കോസുകാരുടെ രീതി അങ്ങനെയാണ്. കുറെ കാലം അവിടെ നിർത്തി അവൻ സ്നാനപ്പെടുന്നത് വരെയുള്ള ഉപദേശങ്ങൾ കൊടുത്ത ശേഷമാണ് അവൻ എന്ത് ചെയ്യുന്നത്? രക്ഷിക്കപ്പെടും, പിന്നെ സ്നാനം ഏറ്റെടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. അല്ലാതെ എടുക്കുന്നവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുകയല്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞതിലുള്ള മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്പൊ അദ്ദേഹം പ്രത്യേകിച്ച് പറയുകയാണ് പള്ളികളിലുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, രക്ഷിക്കപ്പെട്ടവരുടെ കാര്യം. രക്ഷിക്കപ്പെട്ടവരാണ് ബന്ദിക്കോസിലേക്ക് വരുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ബന്ദിക്കോസ് ഒരു സംഘടന മാത്രമാണ്. കാരണം അതൊന്നും ദൈവത്തിലേക്ക് നയിക്കുകയില്ല. ദൈവത്തിലേക്ക് നയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കണം. അവന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അവന്റെ നാമത്തിൽ അവനെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിച്ച് ജലസ്നാനം എടുത്ത് എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അല്ലാതൊന്നും സഭയുടെ അംഗമാകത്തില്ല. സഭ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തെയാണ് സഭ എന്ന് പറയുന്നത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും ഒരു ബന്ദിക്കോസിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഒരിക്കലും രക്ഷിക്കപ്പെടും അല്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് ആർക്കും പറയാനൊക്കത്തില്ല. അതിൽ യാതൊരു ഉറപ്പും ഇല്ല എന്നുള്ള കാര്യമാണ് എനിക്ക് ഇന്നത്തെ തരത്തിൽ ഈ വീഡിയോയിൽ ഓർപ്പിക്കാനുള്ളത്. അപ്പം ഇതിനകത്ത് ഈ അച്ഛൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവരുടെ നിക്ക അനുസരിച്ചാണ് അദ്ദേഹം മുതിർന്ന സ്നാനം കൊടുത്തിരിക്കുന്നത്. അതാണോ അവിടെ പറഞ്ഞിരിക്കുന്നത്? അല്ല. എല്ലാവരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടണമെന്ന് തന്നെയാണ് പത്രോസ് പറഞ്ഞത്. പത്രോസ് അങ്ങനെയാണ് പഠിപ്പിച്ചത്. കാരണം അപ്പോസ്തല പ്രവർത്തികളിൽ അപ്പോസ്തലന്മാരെ അംഗീകരിക്കേണ്ട ആവശ്യകതയുണ്ട്. കാരണം മത്തായി നാമം ഏതാണെന്ന് വെളിപ്പെടുത്തിടത്തോളം കാലം പത്രോസ് ആ നാമം വെളിപ്പെടുത്തി. അതുകൊണ്ട് തന്നെ അപ്പോസ്തല പ്രവർത്തികളിൽ ആ നാമത്തിലെ രക്ഷയുള്ളൂ, മറ്റൊരുത്തനും രക്ഷയില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നതിന്റെ കാരണം എന്താണ്? ആ നാമത്തിലാണ് രക്ഷ, ആ നാമത്തിലാണ് സ്നാനം, ആ നാമത്തിലാണ് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്.
അല്ലാതെ ഒരിക്കലും കിട്ടുകയല്ല. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞ പ്രിയപുത്രൻ എന്ന് വിളിക്കണമെങ്കിൽ, അല്ലെങ്കിൽ പ്രിയപുത്രനാകണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കണം. എന്നാലും നമ്മൾ ആബാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് ലഭിക്കത്തുള്ളൂ. അല്ലാതെ ആത്മാവിനെ നമുക്ക് ലഭിക്കത്തില്ല പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് അച്ഛൻ ചെയ്തെന്ന് പറയുമ്പോൾ അച്ഛൻ ആരെയോ കോപ്പി അടിച്ചതാവാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ സ്നാനം അതല്ല എന്നുള്ള കാര്യം ഓർപ്പിച്ചു കൊള്ളട്ടെ. മുതിർന്ന സ്നാനമൊക്കെയാണ് ശരി, പക്ഷെ അത് ആരുടെ നാമത്തിലാണെന്ന് മനസ്സിലാക്കാൻ ഇതുവരെയും കഴിയാത്തത് കൊണ്ട് തന്നെയും ഇത് വളരെ തെറ്റായ ഒരു കാര്യം തന്നെയാണ് അച്ഛൻ ചെയ്തതെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. പക്ഷെ അത് ബന്ധുക്കോസുകാരെടുത്തിട്ട് അവർക്ക് എങ്ങനെയും ഒരു മുതിർന്ന സ്നാനം നടത്തിയാൽ മതി, അല്ലാതെ വേറെ ഒന്നുമില്ല. 3 ദൈവങ്ങളുടെ നാമത്തിൽ 3 വ്യക്തികളുടെ നാമത്തിലാണെങ്കിലും അവർ കുഴപ്പമില്ല. അവർ തെറ്റെന്ന് കണ്ടുപിടിക്കാനും തെറ്റെന്ന് പറയാനും ബന്ധുക്കോസുകാർക്ക് കഴിയുന്നില്ല. അവർ ചെയ്യുന്ന കാര്യം ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വലിയ സന്തോഷം, കാരണം അവർ ചെയ്തല്ലോ എന്നുള്ള ഒരു സന്തോഷം. അപ്പൊ എന്താണെങ്കിലും ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ദൈവവചനം എന്തു പറയുന്നുവോ അത് അച്ചട്ടായി അനുസരിക്കുന്നവർക്ക് മാത്രമേ ദൈവം അംഗീകരിക്കത്തുള്ളൂ, ദൈവം അങ്ങനെയുള്ളവരെ സ്വീകരിക്കുകയുള്ളൂ. അത് ഉള്ള കാര്യം ഞാൻ ഉള്ളതുപോലെ പറഞ്ഞതാണ്. ഉള്ളത് കാര്യമാണ്, അത് ഉള്ളതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ദൈവവചനത്തിന് നോ ഒബ്ജക്ഷൻ അല്ലേ? നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് പകുതി ചെയ്താൽ മതി എന്നല്ല, അത് ഫുള്ള് ചെയ്യണം. ഫുള്ള് ചെയ്യാതെ പകുതി ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അവർ ചെയ്യുന്നുണ്ടല്ലോ, അവരത് ചെയ്തല്ലോ എന്നല്ല അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അതെങ്ങനെ ചെയ്യേണ്ട രീതിയിൽ അല്ലേ? ഒരു കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ പറഞ്ഞ ഒരു കറി ഉണ്ടാക്കുമ്പോൾ എന്തെല്ലാം സാധനങ്ങൾ അതിനകത്ത് ചേരുവകൾ ചേർന്നാൽ ഒരു കറിയാവുന്നു അല്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് ദൈവരാജ്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ എന്തെല്ലാം സ്റ്റെപ്പുകൾ അവരെടുക്കണം എന്നുള്ളതാണ് ചെയ്യേണ്ട ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. ഈ പരമപ്രധാനമായ കാര്യം പല ആളുകളും മറക്കുന്നു എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. പരമപ്രധാനമായ കാര്യത്തെ മറച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കണ്ണടച്ചുകൊണ്ടാണ് പല വിശ്വാസികളും ഇന്ന് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഈ പാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെല്ലാം പോകുന്നത്. കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യത്തില്ല, സ്റ്റേജ് കിട്ടത്തില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയും ഇവരെന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഇവരെന്ത് ചെയ്യുന്നു, അവഗണിക്കുന്നു എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. പകുതി ചെയ്യാമെന്നുള്ള ഒരു ചിന്താഗതി അത് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെയും ഏതാണ് ശരിയായ സ്നാനമെന്ന് മനസ്സിലാക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോകൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാകുമെങ്കിൽ, എന്നെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ബുക്ക് ഓഫ് ലോഡ് എന്ന് പറയുന്ന ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.